എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 20-ാം തീയതി വരെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, അപേക്ഷ സമർപ്പിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ എന്തിനാണ് നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും നേരിട്ട് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വേണ്ട ഓപ്ഷൻസ് നൽകാൻ വിട്ടു പോവാറുണ്ട്, അതല്ലെങ്കിൽ വേണ്ട ഓപ്ഷൻസ് മാറിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറേണ്ടത്, ഏത് കോഴ്സിലേക്കാണോ മാറേണ്ടത്, അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, നിങ്ങൾ ഈ ഒരു പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ മാറിപ്പോയി, അതല്ലെങ്കിൽ സ്കൂൾ മാറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു VHSC ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും ഒപ്പിടണം. അതിനുശേഷം നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണോ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് പ്രിൻസിപ്പാൾ വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. വെരിഫൈ ചെയ്യാതെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേക്കൻസി ലിസ്റ്റ് നോക്കുക. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ജില്ല വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേറൊരു ജില്ലയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളിലേക്കും വേണം, അതുപോലെ തന്നെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിലേക്കും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തിരുവനന്തപുരം ജില്ലയിലേത് നോക്കും. അതിനുശേഷം എനിക്കതിൽ എവിടേക്കാണോ പോവേണ്ടത്, അതേ സ്കൂളിലേക്കാണോ എനിക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് പോവേണ്ടത് ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളിൻ്റെ കോഡും ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇപ്പോൾ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജില്ല ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അപ്പോൾ എനിക്ക് പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലേക്ക് കൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്യുന്നു. ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റ് വരുന്നു, ഏതൊക്കെ സ്കൂളുകളിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വേക്കൻസി നോക്കുന്നു. അപ്പോൾ എനിക്ക് ഏത് സ്കൂളിലേക്കാണോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതുപോലെ ഏത് കോഴ്സിലേക്കാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് ഏത് സ്കൂളാണോ ഉള്ളത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ കോഴ്സും ഞാൻ ആ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു കോഴ്സുകളിൽ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠിക്കാനായിട്ടായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾ തിരക്ക് കൂട്ടി അപേക്ഷ ഒന്നും കൊടുക്കേണ്ടതില്ല, കാരണം ഈ ഒരു ജൂൺ 20-ാം തീയതി വരെ നിങ്ങൾക്ക് സ്കൂളിൽ ഈ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് VHSC കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കിപ്പോൾ സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് മാത്സ് പഠിച്ചിട്ട് സാധാരണ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു സയൻസിന് ഈക്വലായിട്ടുള്ള കോഴ്സ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സാധാരണ കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ ഒരു കോഴ്സ് മതി എന്നാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള ഏതൊരു കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ കൊമേഴ്സ് വേണ്ടവർക്ക് ആ ഒരു രീതിയിലുള്ള കോഴ്സുകൾ അതിലെ ആ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ബയോളജി സയൻസ് പഠിക്കണമെന്നാണ് എനിക്ക് താല്പര്യമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത്, അതായത് എനിക്ക് താല്പര്യമുള്ള കോഴ്സിന് നേരെ ഏതൊക്കെയാണ് ആ ഒരു കോമ്പിനേഷനിൽ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി, ബയോളജി എന്നിവ ഉള്ളത് ആ ഒരു കോഴ്സിന് മാത്രം ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അതായത് ഇഷ്ടപ്പെട്ട കോഴ്സ് എന്ന് പറയുമ്പോൾ ലാബ് ടെക്നീഷ്യൻ, ഫാർമ, ബയോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സാണ്. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. അതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടപ്പെട്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ബയോളജി സയൻസ് ആണ് വേണ്ടതെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുള്ള ആ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക.
അപ്പോൾ അത് നിങ്ങളുടെ ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കാണ് കൊടുക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു വേക്കൻസി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലേക്കാണോ ഏത് ജില്ലയിലെ സ്കൂളിലേക്കാണോ നിങ്ങൾക്ക് മാറേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു സ്കൂളിൻ്റെ കോഡ് അതുപോലെ സ്കൂളിൻ്റെ പേര് കോഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നേരത്തെ നിങ്ങൾ ആ ഒരു നോക്കിയിട്ട് ലിസ്റ്റിൽ ഉള്ള പേര് ഉള്ള ആ ഒരു കോഴ്സ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യില്ല ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത ജില്ല ഏതാണോ വേണ്ടത് ആ അടുത്ത ജില്ലയിലേക്ക് കൂടി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഏത് സ്കൂളാണോ ഏത് കോഴ്സാണ് വേണ്ടത് എന്നനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും ഏത് കോഴ്സാണ് വേണ്ടത് അതനുസരിച്ച് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസർ നെയിം ആയിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. VHSCയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് യൂസർ നെയിം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ആ ഒരു പേജിലും ഇതുപോലെ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അത് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് എന്താണോ അത് കൃത്യമായിട്ട് ഒരു 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സ് വരും. അതിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അത് സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTP ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. കാരണം ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു OTP സിസ്റ്റം ഉള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് അത് ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ മാറേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്ഫറിനായിട്ട് വെക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് പഠിക്കാൻ താല്പര്യം അതനുസരിച്ച് മാത്രമാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സും സ്കൂളുകളായിരിക്കണം ഒന്നാമത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത ശേഷം അവസാനം ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും. അത് ഇതുപോലെ ചെക്ക് ബോക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് എഡിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാവും. ആ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അതിൽ നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചറും ഇടണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് VHSC ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ VHSCയിൽ നിന്ന് VHSCയിലേക്ക് മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. VHSCയിൽ നിന്ന് HSCയിലേക്ക് മാറേണ്ട വിദ്യാർത്ഥികൾ HSCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം താല്പര്യമുള്ള കോഴ്സിലേക്കും താല്പര്യമുള്ള സ്കൂളുകളിലേക്കും മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ നൽകാവൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ വെരിഫൈ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. പ്രിൻസിപ്പൽ വെരിഫൈ ചെയ്യാതെ യാതൊരു അപേക്ഷകളും ഈ ഒരു ട്രാൻസ്ഫറിന് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുക. വിഭിന്നശേഷി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ ഏതെങ്കിലും കോഴ്സിലേക്കോ അല്ലെങ്കിൽ അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ മാറ്റത്തിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അപേക്ഷിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ കോഴ്സുകളിൽ ഒഴിവില്ലെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ യൂസർ ID അതായത് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ
പാസ്വേഡും നൽകി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ കൺഫേം ചെയ്യണം. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു PDF രൂപത്തിലുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ അത് പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ ഒപ്പുവെച്ച് നിലവിൽ പ്രവേശനം നേടിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കണം. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥി ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ നിന്നും കോഴ്സിലും പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ 20/6/2025 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.